അസ്സലാമലൈക്കും. അബ്ദുള്ള അഭിമാനത്തോടെ പറയട്ടെ, രാജ്യാന്തര വോളിബോൾ പ്രേമി. അപ്പോ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ആ ഇന്ത്യൻ ജേഴ്സിയുടെ പൂക്കാലം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇന്ത്യൻ ജേഴ്സി കിട്ടി. ഇന്ത്യൻ ജേഴ്സി യാഥാർത്ഥ്യമാവാൻ പോകൊണ്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇന്ത്യൻ ജേഴ്സി കിട്ടി, വളരെ സന്തോഷത്തിലാണ്. ഇന്ത്യക്ക് വേണ്ടി സഹായിച്ചതിനു വേണ്ടി എന്റെ കൂടെ നിന്ന എല്ലാ സുഹൃത്തുക്കൾക്കും, പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. വളരെ വളരെ നന്ദി. അതിനോടൊപ്പം ഈ നവാസ്ക, ജബ്ബാർക്ക, റൈസ്ബായ്, ഗഫൂർക്ക, ഈ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞപ്പോ അവര് സന്തോഷത്തോടെ അതിനെ ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ സന്തോഷത്തോടെ അതിനെ ഏറ്റെടുക്കുകയും അതിനെ സ്വീകരിക്കുകയും ആനന്ദത്തോടെ അതിനെ എടുക്കുകയും ചെയ്തു. വളരെ വളരെ സന്തോഷത്തിലാണ് ഞാന്. പരിശുദ്ധ 14 നൂറ്റാണ്ടുകൾക്ക് മുന്നേ, 4000 വർഷങ്ങൾക്ക് മുന്നേ മക്കയിൽ ഒരു സംഭവം നടന്നു. ഉസ്മാനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, കഅബയുടെ താക്കോല് എന്റെ കയ്യിലൊന്ന് തരുമോ ചോദിച്ചു. അപ്പോ ഇല്ല റസൂലെ എന്ന് ഉസ്മാൻ പറഞ്ഞു. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എങ്ങനെ? ഈ താക്കോല് എന്റെ കയ്യിൽ വരുന്ന ഒരു കാലവും സന്ദർഭവും സമയവും വരും. ഇൻഷാ അല്ലാഹ് എന്റെ കയ്യിൽ വരുന്ന ഒരു സമയം വരും. അന്ന് ഞാൻ അതെന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. അപ്പൊ ഉസ്മാൻ എന്ത് പറഞ്ഞു? അങ്ങനെ ഒരു കാലം വരില്ല മുത്തുനബി, അങ്ങനെ ഒരു കാലം വരില്ല. ഇല്ല, വരും എന്ന് മുത്തുനബിയോട് വരുമെന്ന് ഉസ്മാനോട് മുത്തുനബി പറഞ്ഞു. അതേപോലെ ഒരുപാട് ആളുകള് നിന്റെ കയ്യില് ഇന്ത്യൻ ജേഴ്സി കിട്ടുകയില്ല എന്ന് പറഞ്ഞവരുണ്ട്. അവരുടെയൊക്കെ മുന്നില് ഇന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാം, ഇന്ന് രാജ്യത്തിന്റെ അഭിമാനമായി ഇന്ന് എനിക്ക് ഇന്ത്യൻ പതാക വെച്ചിട്ടുള്ള ഒരു ഇന്ത്യൻ ജേഴ്സി കിട്ടിയിരിക്കുമ്പോൾ, ചരിത്രത്തിന്റെ ചന്തമുള്ള ഈ നാട്ടിൽ നിന്ന് ഞാൻ രാജ്യാന്തര വോളിബോൾ പ്രേമിയായി അഭിമാനത്തോടെ പറയുന്നു. ഞാൻ വലിയ സന്തോഷത്തിലാണ്. ഇതിനുവേണ്ടി സഹായിച്ചവര് എല്ലാം പിന്തുണച്ചവരുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, പൊങ്ങച്ചം കാട്ടി നടന്നിട്ട് ഒരു കാര്യമില്ല. പൊങ്ങച്ചൊന്നും ഒരു വിലയും പോവില്ല. അത് അള്ള തരുന്ന നിയമത്തുകൾ, ഇതൊക്കെ അള്ള തന്ന നിയമത്താണ്. എനിക്ക് ഈ വണ്ടി എല്ലാം, ഞാൻ ഇതുവരെ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് നടന്നിട്ടുണ്ട്. ഇതുവരെ എന്നെ അള്ള പരീക്ഷിച്ചിട്ടുണ്ട്, എന്നെ സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ വേറെ വിഷയം. എല്ലാവിധ പിന്തുണയും സപ്പോർട്ടും നൽകിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള് ഇതിനുവേണ്ടി ഇറങ്ങി തിരിച്ചവരാണ്. അവർക്കൊക്കെ വേണ്ടി ഞാൻ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഒരുപാട് പേര് ജയിച്ച് കിട്ടിയ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അതേപോലെ തന്നെ നമ്മുടെ ജാഫർ സഖാഫി ഉസ്താദ്, നിങ്ങൾ അനുഭവിച്ച പ്രയാസം പറയുമ്പോൾ ഒന്നുമല്ല, നമ്മളൊന്നും അതിന്റെ ഏഴാകലത്തിൽ പോലും എത്തിയിട്ടില്ല. എല്ലാവർക്കും സന്തോഷത്തോടെ ഇരിക്കുക. ഇനിയിപ്പോ പ്രവാസി സുഹൃത്തുക്കള് ഒരു അവാർഡും കൂടി എനിക്ക് തരാൻ പറഞ്ഞാണ്. ഞാൻ അത് വേണ്ട പറഞ്ഞു. സലാംക്ക എനിക്ക് അവാർഡ് അവിടെ പ്രഖ്യാപിച്ചാണ് UAE NA മോഡൽ സ്കൂളിൽ വെച്ച് ഒരു ചടങ്ങ് നടത്താന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോ അത് വേണ്ട വെച്ചു ഞാന്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരോടൊക്കെ സ്നേഹത്തിന്റെ മുന്നില് നമ്മളെന്താ പറയാ, എന്റെ നാട്ടുകാർക്ക് തന്നെ ഒന്നും ഇല്ലെങ്കിലും മറ്റുള്ള വ്യക്തികൾക്ക് തന്നെ സപ്പോർട്ടും പിന്തുണയൊക്കെ വേണം. പിന്നെ ചീരക്കുഴിയിലുള്ള സുഹൃത്തുക്കളോട് പറയാനുള്ളത്, വോളിബോൾ കളിക്കാൻ വീണ്ടും തിരിച്ചു വരണം. ഞാൻ എൻ്റെ ലോകത്ത് സന്തോഷം കണ്ടെത്തുന്നത് വോളിബോളിലൂടെയാണ്, ആനന്ദത്തിലൂടെയാണ്. അപ്പൊ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. വീഡിയോ അതിമനോഹരമായി, അത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇതൊന്നും എല്ലാവരും ഒന്ന് അറിയിക്കണം. മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് വരും. ഇത് ഒന്ന് മാത്രമല്ല എനിക്ക് കിട്ടിയത്, 3 ജേഴ്സി എനിക്ക് തന്നു. ഇതടക്കം മൂന്നെണ്ണം എന്നെ അവർ അത്ഭുതപ്പെടുത്തി. അതാണ് അള്ള എന്ന ഒരു നിയമത്ത് കണ്ടില്ലേ, അള്ള എന്നൊരു സന്തോഷം കണ്ടില്ലേ. അതാണ് അള്ള വലിയവനായി നമ്മൾ ചിന്തിച്ച അള്ള നമ്മളെ കൈവിടില്ല. എന്തു തന്നെ വന്നാലും എന്തു തന്നെ സംഭവിച്ചാലും
തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുക. നമുക്ക് വിജയം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഒരിക്കലും നമുക്കുള്ള പ്രതീക്ഷ കൈവിടരുത്. നമുക്കുള്ള പ്രതീക്ഷ കൈവിടരുത്. വിത്തിട്ടിട്ട് അത് മുളയ്ക്കാതിരുന്നാൽ അവിടെ കള മുളയ്ക്കുന്നതാണ്. ആ കള മുളയ്ക്കാൻ നമ്മൾ അനുവദിക്കരുത്. ഇനിയും ഒരുപാട് വീഡിയോകളായിട്ട് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ അതിന് എല്ലാവിധ തൗഫീഖും അല്ലാഹു തആല നൽകട്ടെ. അപ്പോൾ അസ്സലാമു അലൈക്കും. അറ്റാക്ക് ലൈനിൽ ഇടിമുഴക്കം, രാജ്യാന്തര വോളിബോൾ പ്രേമി അബ്ദുള്ള ചീരക്കുഴി ഇനിയും വരുന്നതാണ്. എല്ലാവരുടെ പ്രാർത്ഥനയിലും ഉൾപ്പെടുത്തുക. എന്റെ പ്രാർത്ഥനയിലും നിങ്ങളെ എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. പ്രത്യേകിച്ച് എന്റെ മാതാപിതാക്കള്, എന്റെ ജാഫർ സഖാഫി ഉസ്താദ്, എന്നെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, പിന്തുണ നൽകിയവര് എല്ലാവരെയും ഉൾപ്പെടുത്തുക. എനിക്ക് 3 ജയിച്ച് കിട്ടിയതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. അപ്പോ ഇതൊന്നും ഞാൻ അറിയില്ലായിരുന്നില്ല 3 എണ്ണം ഉണ്ടെന്ന്. എനിക്ക് എൻ്റെ അടുത്ത് ഈ ഒരു മോഡൽ കാണിച്ചു. ഈ ഒരു മോഡൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, വളരെ സന്തോഷം. അപ്പൊ ഈ ഒരു മോഡൽ മാത്രമേ എനിക്ക് കാണിച്ചുള്ളൂ. ഇനി ആ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്യാട്ടാ. ഇനി അതിനുവേണ്ടി ദീർഘിപ്പിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നില്ല. ഈ ഷോർട്സ് ആയിട്ട് ചെയ്യുക. പിന്നെ വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആ ലോഗോ വെച്ചിട്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോ അതൊക്കെ അവര് തന്നു. വോളിബോൾ കൊണ്ട് ഞാൻ പേരും പ്രശസ്തിയും നേടാൻ നോക്കുകയല്ല, വോളിബോളിന്റെ വളർച്ചയ്ക്കാണ്. അതിൽ അല്ലാഹു തആല എനിക്ക് ഒരാഗ്രഹങ്ങൾ തന്നു. ആ ആഗ്രഹങ്ങൾ എനിക്ക് നിറവേറ്റി തന്നു. അൽഹംദുലില്ലാഹ്. വോളിബോൾ ഒരിക്കലും എന്നെ പോലെ ആവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട എൻ്റെ മാതാപിതാക്കളെ, എന്നെ ഞാനാക്കിയ എൻ്റെ മാതാപിതാക്കള്, പ്രിയപ്പെട്ട എൻ്റെ ഉസ്താദ്, അവർക്കൊക്കെ നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ റബ്ബേ. ഇതിനുവേണ്ടി ആരെല്ലാം സഹായിച്ചവരുണ്ടോ, പിന്തുണ നൽകിയവരുണ്ടോ, കുടുംബങ്ങള് സ്നേഹിച്ചവർ, സഹായിച്ചവർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവര് എല്ലാവർക്കും നീ നന്മ ചൊരിയണേ ഇതിനുവേണ്ടി നവാസ്ക പ്രത്യേകിച്ച് കുടുംബത്തിന് വേണ്ടി തോർക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിനെ നീ ഏറ്റെടുക്കണേ കരുണക്കടലായ റബ്ബേ, നീ ഏറ്റെടുക്കണേ ഒരാളെയും നീ കൈവിടല്ലേ ഒരാളെയും നീ തോൽപ്പിക്കല്ലേ ആരുടെയും പ്രയാസം നീ കാണാതെ പോവല്ലേ എല്ലാം കാണുന്ന റബ്ബേ, നീ ഏറ്റെടുക്കണേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രാജ്യാന്തര വോളിബോൾ പ്രേമി അബ്ദുള്ള, അറ്റാക്ക് ലൈനിൽ ഇടിമുഴക്കം.